പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കണ്ടിരിക്കണം. അതായത് ഇവിടെയായിട്ടൊരു മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ മെസ്സേജിൽ ഹായ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടല്ലേ. അതായത് അതിൻ്റെ ഉള്ളടക്കം ഇവിടെ ഷോ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷേ ഇങ്ങനെ ഉള്ളടക്കം ഷോ ചെയ്യാതെ ഇപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ ഇപ്പോൾ ഇവിടെയായിട്ട് മെസ്സേജ് കാണിക്കുന്നത് എന്താണ്, അതായത് 2 ന്യൂ മെസ്സേജസ് എന്നാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ഇതേ രീതിയിൽ മെസ്സേജ് അതിൻ്റെ ഉള്ളടക്കം ഷോ ചെയ്യാതെ ഇതേ രീതിയിൽ നമുക്ക് വാട്സപ്പിൽ തന്നെ നമുക്ക് സെറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെയുള്ള സെറ്റിംഗ് ചെയ്യാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് പോകുന്നതിന് മുന്നായിട്ട് തന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്കും ഹൈപ്പും ചെയ്യുന്നതോടൊപ്പം തന്നെ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തറിയിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഈ ഹായ്ക്ക് പകരമായിട്ട് വല്ല അനാവശ്യ വേർഡുകൾ വല്ലതും എഴുതി ആരെങ്കിലും വിട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ മറ്റുള്ളവർ കാണാനിടയായാൽ അത് മോശമാണല്ലേ. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ ഈ കാണിക്കുന്ന ഇതേ രീതിയിൽ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ അതങ്ങനെ മറ്റാരും കാണരുതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മാറ്റാനായിട്ട് സാധിക്കും. അതിനായിട്ട് നേരെ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അങ്ങനെ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലായിട്ട് കാണുന്ന 3 ഡോട്ടിൽ ടച്ച് ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് സെറ്റിങ്സ് എന്ന് കാണിക്കുന്നുണ്ട്. സെറ്റിങ്സിൽ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്താൽ ഉടൻ തന്നെ ഇവിടെയായിട്ട് നമുക്ക് പ്രൈവസി എന്ന് കാണാനായിട്ട് സാധിക്കും. ആ പ്രൈവസി എന്നുള്ളിടത്തോട്ട് നമ്മൾ ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓപ്പൺ ആവുന്ന ഈ പേജിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് നമുക്ക് ആപ്പ് ലോക്ക് എന്ന് കാണാനായിട്ട് സാധിക്കും. ഇവിടെയായിട്ട് നമ്മളൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുകയാണ്. നമുക്ക് വരുന്ന മെസ്സേജിൻ്റെ ഉള്ളടക്കം നമുക്ക് ഷോ ചെയ്യരുത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടിയാണ് നമുക്ക് ഇത് എനബിളാണ്, ഇപ്പോൾ എനബിളാണ്. പക്ഷേ ഇത് അങ്ങ് ഡിസേബിൾ ചെയ്താൽ മതി. ഇത് നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വരുന്ന മെസ്സേജ് നമുക്ക് അവിടെ ഷോ ചെയ്യത്തില്ല. ഇനി നമുക്ക് അടുത്തായിട്ട് ഇവിടെ നോക്കാനുള്ളത് ഇവിടെയായിട്ട് 3 ഓപ്ഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ആദ്യം കാണിക്കുന്ന ഇമ്മീഡിയറ്റ്ലി എന്നുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ തൊട്ട് ഇത് ആഫ്റ്റർ 1 മിനിറ്റ് എന്നാണ്. അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ആഫ്റ്റർ 30 മിനിറ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് നമ്മുടെ വാട്സപ്പ് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും അതിന് ഫിംഗർ പ്രിൻ്റ് ആവശ്യപ്പെടും. ആഫ്റ്റർ 1 മിനിറ്റ് എന്നുള്ളതിൽ സെലക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 1 മിനിറ്റ് കഴിഞ്ഞ് ആ ഫിംഗർ പ്രിൻ്റ് ആവശ്യപ്പെടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് വാട്സപ്പിൽ ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് പലർക്കും ഇതിങ്ങനെ സെറ്റിങ്, അതായത് ഈ ഒരു രീതി അറിയത്തില്ലെന്നുണ്ടെങ്കിൽ അവരെന്താണ് ചെയ്യുന്നത്, സാധാരണ ചെയ്യാറുള്ളത് എന്താണ്, നമുക്ക് ഈ നോട്ടിഫിക്കേഷനെ വരണ്ട എന്നുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു രീതി ഇതാണ്. അതായത് നേരെ സെറ്റിങ്സ്, നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആൻഡ് സ്റ്റാറ്റസ് ബാർ എന്ന് കാണാൻ സാധിക്കും. അവിടെയായിട്ടൊന്ന് ടച്ച് ചെയ്ത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെയായിട്ട് നിങ്ങൾക്ക് ആപ്പ് നോട്ടിഫിക്കേഷൻ എന്ന് കാണാൻ സാധിക്കും. അവിടെയോട്ടൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേമാതിരി തന്നെ ഏത് ആപ്പിൻ്റെയാണോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓഫ് ചെയ്യേണ്ടത് അത് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ ഓണാണ്, അതായത് എനബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് അങ്ങ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ അത് ഏതൊരു ആപ്പിൽ നിന്നും ആണെങ്കിലും അത് ഇതേ രീതിയിലാണ്, അതങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ മുകളിലായിട്ട് നമ്മുടെ മൊബൈലിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഷോ ചെയ്യത്തില്ല. അപ്പോൾ ഇങ്ങനെ സാധാരണ ചെയ്യാറുള്ളത് ഓരോരുത്തർ. അതല്ല, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണം, പക്ഷേ മെസ്സേജ് വരുന്നത് അത് ഇതേ രീതിയിൽ, അതായത് ഉള്ളടക്കം കാണാത്ത രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അതപ്പം നമ്മൾ ആദ്യമേ സെറ്റിംഗ് ചെയ്ത് അതേ രീതിയിൽ ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിലും ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ നോട്ടിഫിക്കേഷനിലോട്ട് നിങ്ങൾ ടച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ഫിംഗർ പ്രിൻ്റ് ആവശ്യപ്പെടുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമേ പോയ അതേ സെറ്റിങ്സിൽ അവിടെ തന്നെ പോവുക. അപ്പോൾ ഇതേ രീതിയിൽ ഇമ്മീഡിയറ്റ്ലി എന്നുള്ളത് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചാൽ മതി. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർക്കും തന്നെ ഫിംഗർ പ്രിൻ്റ് കൊടുക്കാതെ അത് ഓപ്പൺ ചെയ്ത് അത് കാണാൻ പറ്റത്തില്ല. അതല്ല, നിങ്ങൾക്ക് പെട്ടെന്ന് ഫിംഗർ പ്രിൻ്റ് ആവശ്യപ്പെടുന്ന രീതിയിൽ വേണ്ട എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ആഫ്റ്റർ 1 മിനിറ്റ് എന്നുള്ളതോ അല്ലെങ്കിൽ ആഫ്റ്റർ 30 മിനിറ്റ് എന്നുള്ളതോ ഇത് ഏതെങ്കിലും സെലക്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, ഇനി പലരുടെയും മൊബൈലിൽ ചിലപ്പോൾ ഈ അൺലോക്ക് വിത്ത് ബയോമെട്രിക് എന്നുള്ളത് അത് ചിലപ്പം എനബിൾ ആയിരിക്കത്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എനബിൾ ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഈ ചെയ്ത സെറ്റിങ്ങുകളെല്ലാം ചെയ്യേണ്ടത്. അപ്പോൾ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും വിടാം. നന്ദി, നമസ്കാരം.